കഴിഞ്ഞ യോഗസ്ഥലത്ത് മുൻകൂട്ട് ഞങ്ങൾ വളരെ വേഗതയിലാണ് വന്നത്. നമ്മുടെ റോഡൊക്കെ എങ്ങോട്ടും മിന്നിത്തലം കിടക്കല്ലേ? ഏതെങ്കിലും റോഡിന് പ്രശ്നം ഉണ്ടാ? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നോ? അല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു. നിങ്ങൾ വിചാരിക്കും വലിയ ദേശീയപാതയൊക്കെ ഉണ്ടാക്കി വലിയ കാറൊക്കെ ഓടിക്കുന്നവർക്കല്ലേ എന്റെ പ്രയോജനമല്ല. നമ്മുടെ സർക്കാരിന് കാര്യമുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരെയും കൂട്ടിപ്പിടിക്കും. നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു റോഡ് പോലും നമ്മൾ മോശമായിട്ട് നിലനിർത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ അടുത്ത 2-3 വർഷം കൊണ്ട് നമ്മൾ തീർത്തു കൊടുക്കും. മലയോര പാത ഒരു ഉറുപ്പ്യ ടോളാരടുത്ത് പിടിക്കുന്നില്ല. ടോളുണ്ടാ? ഇല്ലല്ലോ. എവിടെയെങ്കിലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ പൈസ തരണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ റോഡ് മാറി. ആശുപത്രി, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ആവശ്യത്തിന് മരുന്നുണ്ട്, ഡോക്ടറുണ്ട്. ഇല്ലേ? ഇവിടെ ഗവൺമെന്റ് ഡിസ്പെൻസറി പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നോക്കട്ടെ. 1, 2, 3, 4. എല്ലാരും പോകുന്നവരല്ലേ? ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയവരല്ലേ സത്യം. നമ്മുടെ ആശുപത്രിയില്ലേ? നമ്മളവിടെ പോകണം. അതിനെന്താ പ്രശ്നമുണ്ട്? കഴിയുന്നു സൗജന്യം മരുന്ന് കിട്ടും. 4 ഡോക്ടർമാരാണ്. അത്ര വേണം. പഞ്ചായത്ത് വെച്ചതാണ്. നമ്മൾ 4-നെ 6 കൂടുതൽ ഡോക്ടർമാരെ കൊടുക്കണം. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഈ കോസ്മെറ്റോളജിയെ കൊണ്ടുവരണം. സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള അതൊന്നും നമുക്ക് വേണ്ടേ? ഇനി ഇംഗ്ലീഷ് മരുന്ന് മാത്രമല്ല, ആയുർവേദ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലേ? അതിനുള്ള സംവിധാനം ഇല്ലേ അടുത്ത്? ഇവിടെ ആയുർവേദ മറ്റേ ലേഹ്യവും മറ്റേ കഷായമൊക്കെ മേടിച്ച് കഴിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഇരിക്കുന്നത് നോക്കട്ടെ. എല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ടാ? ഇംഗ്ലീഷും ആയുർവേദം എല്ലാം കൂടെയാണ്. ഇംഗ്ലീഷോട് താല്പര്യമില്ല. ഉള്ളി ആയുർവേദം. ഹോമിയോക്കാരുണ്ടോ ഇവിടെ? ഹോമിയോ വിശ്വാസമുണ്ട്. ഹോമിയോ അല്ലേ? ഹോമിയുണ്ടാ? എല്ലാം കിട്ടും. ഇനി നമ്മുടെ സ്കൂളുകളിലെ ചിത്രം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കേട്ടാ. ചേച്ചിന്ന് നോക്ക്, സ്കൂളിലൊക്കെ പഠിച്ച ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ ബെഞ്ചിന് കാലുണ്ടായിരുന്നോ? കൈയുണ്ടായിരുന്ന? ഇളകിയാവുന്ന ബെഞ്ചുകള്, ഡെസ്കുകള്. ഒരു ക്ലാസ് റൂമിനെ വേറെ ക്ലാസ് റൂമുമായിട്ട് വേർതിരിക്കാൻ ഭിത്തിയില്ല. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ അവിടെ കണക്ക്, ഇതെല്ലാം കൂടി വന്ന് പിള്ളേരുടെ ചെവിയിലേക്ക് കയറും. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. ഇപ്പൊ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? മോനെ, നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 5-ല്. എന്താ പേര്? ഉറക്കെ പറയടാ. അൻപിൽ. 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 വിൻ ജയിക്കുന്നവനാന്ന് അർത്ഥം അല്ലേ? മമ്മിയാണ്. അമ്മയാണ്. ഇതിന് അൻപിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? പണ്ട് നമുക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. മോളോ എത്ര ക്ലാസ്സിലാണ്? ഇഷ്ടമാണ് നിങ്ങൾ. പക്ഷെ അവളാണെന്ന് ഒരു പട്ടി മുമ്പിൽ നിൽക്കണേ. എനിക്കിഷ്ടാ പെൺപിള്ളേരിങ്ങനെ മുമ്പിൽ നിൽക്കുന്നത്. ഇവൻ ഉപദ്രവിക്കാറുണ്ടാ? ഉണ്ടല്ലേ? പോരി കുത്തുന്നുണ്ടല്ലേ? അതാണ്. അതിലാരാ ജയിക്കണ 2 പേരിൽ? ഉണ്ടല്ലേ? എനിക്ക് സംശയമുണ്ട് അമ്മ മോന്റെ കൂടെയാണോ എന്നൊരു സംശയമുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മോളെ, നമ്മുടെ സ്കൂൾ മാറി, ആശുപത്രി മാറി, റോഡ് മാറി, നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറി. അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ നാടിനെ സംഭവിച്ചൊരു മാറ്റം. ഇനി കുറച്ചങ്ങോട്ട് പയ്യന്നൂരേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മുടെ ദേശീയ പാത. ആ പാത കാണുന്നവരല്ലേ നിങ്ങൾ പലരും? ഇല്ലേ? ചേച്ചിമാര് കണ്ടിട്ടില്ലേ? പഴയ പാതയാണോ? ഇതെങ്ങനെയാ ഇത്ര വലിയ പാത?
എന്റെ അമ്മോ എന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്രയും വലിയ തൂണിന്റെ മുകളിൽ ഇത്രയും വലിയ പാത, ഇതൊക്കെ ഒരു 10 വർഷം മുമ്പ് ആരെങ്കിലും സങ്കല്പിച്ചിരുന്ന? ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കണേ. നമ്മുടെ താടി വെച്ച് എന്നെ പോലത്തെ ബുദ്ധിയെ കിട്ടിക്കൊണ്ടോടെ എന്താ പേര്? ഭാഷാണോ? പിന്നെന്താണ്? ബാങ്ക് ഉദ്യോഗസ്ഥനാണ്? പൊതുപ്രവർത്തകൻ അല്ല, റിട്ടേൺ ആയ അത് മിണ്ടുന്നില്ല. മലയാളം നല്ല ചുളയൊക്കെ മേടിച്ചിട്ട് അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാതിരിക്കാൻ വേണ്ടി പറയാം പൊതുപ്രവർത്തകനാണ്. എനിക്ക് പേരെന്താ? രാമേന്ദ്രൻ. എന്നെക്കാളും ചെറിയ വയസ്സായിരിക്കും അല്ലേ? 59. ഇനി ഞാൻ വയസ്സ് പറയുമ്പോ എന്റെ വയസ്സ് പിടുത്തം കിട്ടാറ്. രാമേന്ദ്രൻ എന്നെ ഇടങ്ങാറാക്കിയിരിക്കും. അപ്പൊ അതെ, ഈ രാമേന്ദ്രൻകാരൻ ഞാൻ കുഴപ്പത്തിലായി. രാമേന്ദ്രൻ ഒരു 10 വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ചു ഇല്ലല്ലോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിച്ചു ഇങ്ങനത്തെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരും?